ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഒരു എനർജി എന്താണ്, നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് അടുത്തതായി സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്. അതുപോലെ തന്നെ ടൈംലെസ് ആണോ ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുടേതായി റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വിട്ടുകളഞ്ഞേക്കുക. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക. വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പ്രെഡ്. അപ്പോൾ ഈ ഒരു റീഡിങ്ങിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് തന്നെ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സ്പ്രെഡ് ആരുടെയൊക്കെ എനർജീസ് ആണോ ഇതിനകത്തുള്ളത്, തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ട്രാൻസിഷൻ സംഭവിക്കാനായിട്ട് പോകുന്നു എന്നുള്ളത് തന്നെ പറയാം. അതായത് ഒരുപാട് നാളുകളായിട്ട് ഇത്രയൊക്കെ പ്രതിസന്ധികൾ വന്നിട്ടും പ്രാർത്ഥന ആയിക്കോട്ടെ, മാനിഫെസ്റ്റേഷൻസ് ആയിക്കോട്ടെ, അങ്ങനെ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന തരത്തിൽ നിങ്ങൾ ആ ഒരു സ്പിരിച്വൽ വേയിലൂടെ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വ്യക്തികളുടെ സ്പ്രെഡാണ് ഇതെന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഇപ്പോൾ ചില പേഴ്സൺസ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ ചില ചെറിയ പ്രതിസന്ധികൾ വന്നു കഴിഞ്ഞാൽ പോലും ഉടനെ തന്നെ അവർ കുറ്റപ്പെടുത്തുന്നത് മറ്റാരെയും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എല്ലാ പഴികളും കൊടുക്കുന്നത് ആ ഒരു ഡിവൈനായിരിക്കും. എനിക്ക് മാത്രമേ ഇങ്ങനെയുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ലൈഫിൽ മാത്രം എന്താണ് എപ്പോഴും ഇങ്ങനെ, ഞാൻ മര്യാദക്കാണല്ലോ എന്നിങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളുടെ ആ ഒരു ഫ്രസ്ട്രേഷനും കാര്യങ്ങളും മുഴുവൻ മറ്റൊരു ഇതിലേക്ക് തീർക്കാൻ ശ്രമിക്കുന്ന കുറച്ച് വ്യക്തികളുണ്ട്. പക്ഷേ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളൊക്കെ വന്നിട്ടും നിങ്ങളുടെ ഒരു മൈൻഡ് പലപ്പോഴും ഡൈവേർട്ട് ചെയ്ത് പോയിട്ട് പോലും നിങ്ങൾ ആ ഒരു ഡിവൈൻ എന്നുള്ള ആ ഒരു എനർജി, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനെയാണോ ആരാധിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനെയാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്, ആ ഒരു വിശ്വാസം നിങ്ങൾ മുറുകെ പിടിച്ച് മുന്നോട്ട് പോയിട്ടുള്ള വ്യക്തികളാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു വിശ്വാസം എന്താണോ, അല്ലെങ്കിൽ നിങ്ങൾ ആരെയാണോ ട്രസ്റ്റ് ചെയ്തിരുന്നത്, അതിനുള്ള ഒരു ഫലം നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പോസിറ്റീവായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് സാധാരണമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ല. തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്കൊരു സോൾ കോൺട്രാക്റ്റ് ഉണ്ടെന്നുള്ളതാണ്. ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ഒരു സോൾസ് തമ്മിലൊരു കോൺട്രാക്റ്റ് ഉള്ള ഒരു ബന്ധമാണ് നിങ്ങളുടേത്. അതായത് ഈ ഒരു പേഴ്സൺ വഴിതെറ്റി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ള ഒരു വ്യക്തിയല്ല എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നെ പലപ്പോഴും തോന്നിയിട്ടുണ്ടാവും, എൻ്റെ ലൈഫിൽ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ ആ ഒരു ഡിവൈനായിട്ട് കൊണ്ടുവന്ന് എത്തിച്ചതായിരിക്കും, അല്ലെങ്കിൽ യൂണിവേഴ്സായിട്ട് എന്നിലേക്ക് കൊണ്ടുവന്ന് തന്നതായിരിക്കും എന്നുള്ളൊരു വിശ്വാസം നിങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടാവാം. നമ്മളെ പരിചയപ്പെടുന്ന, അല്ലെങ്കിൽ നമ്മൾ പരിചയപ്പെടുന്ന എല്ലാവരും ആ ഒരു കാറ്റഗറിയിൽ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ ചിലപ്പോൾ വിചാരിക്കാറില്ല. പക്ഷെ ചില വ്യക്തികൾ, വളരെ റെയറായിട്ടുള്ള ചില ആളുകളോട് മാത്രം നമുക്ക് തോന്നുന്ന ആ ഒരു ഫീലിംഗ് ആണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും, ഈ ഒരു പേഴ്സൺ എൻ്റെ ലൈഫിൽ വന്നതിന് എന്തൊക്കെയോ ഒരു പർപ്പസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഇത് തീർച്ചയായിട്ടും ആ ഒരു ഞങ്ങളെ ചേർത്ത് വെച്ചിരിക്കുന്നത് ആ ഒരു ഡിവൈൻ എനർജി ആണെന്നുള്ളൊരു ഫീലിംഗ് ഓൾറെഡി തന്നെ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു അനുഭൂതിയായിരിക്കും. അതായത് കുറച്ച് നാളായിട്ടുള്ള നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് വൈസ് നമ്മൾ പറയുമ്പോൾ അതിനകത്തുള്ള സ്ട്രഗിൾസ്, ബുദ്ധിമുട്ടുകൾ, മാനസിക സംഘർഷങ്ങൾ, നിങ്ങളുടെ ഒരു ആങ്സൈറ്റി, ടെൻഷൻസ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിലൂടെയൊക്കെ നിങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് ഉണ്ടാവുന്ന ഒരു മാറ്റം, അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും നാളും എന്താണോ ആഗ്രഹിച്ചത്, നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ഒരു പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഏത് തരത്തിൽ കൊണ്ടുപോകണം എന്നാണോ നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരുന്നത്, ആ ഒരു തരത്തിലേക്കുള്ള ഒരു ഡീവിയേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മളുമായിട്ട് ആ ഒരു സോൾട്ടായി ഉള്ള ആ ഒരു വ്യക്തി നമ്മുടെ ലൈഫിൽ കടന്നു വരുമ്പോൾ പല രീതിയിലും യൂണിവേഴ്സ് നമുക്ക് ആ ഒരു സിഗ്നൽസ് തരാറുണ്ട്. നമുക്ക് മാത്രമല്ല ഈ ഒരു പേഴ്സണും അങ്ങനെയുള്ള ഒരു അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷെ എല്ലാവരും അത് തിരിച്ചറിയണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ ആ ഒരു തിരിച്ചറിയാൻ മാത്രമുള്ള ഒരു ആ ഒരു തരത്തിലുള്ള ഒരു പക്വത നമുക്ക് എത്തിയിട്ടുണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ നമ്മൾ സ്പിരിച്വലി അത്രയും അടുത്തിട്ട് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ നമ്മളത് സാധാരണ മട്ടിൽ വിട്ടുപോകും. അതിനകത്ത് പ്രത്യേകിച്ച് ഒരു സ്പെഷ്യാലിറ്റിയും തോന്നാത്ത ആൾക്കാരുണ്ട്. പിന്നീട് കുറച്ച് ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോയി ഏതെങ്കിലും ഒരു പ്രത്യേക ഒരു അവസരം വരുമ്പോൾ, അല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിതെല്ലാം മനസ്സിലാക്കിയിരിക്കണം എന്നുള്ള ആ ഒരു ഡിവൈൻ്റെ തീരുമാനം വരുമ്പോൾ തിരിച്ചറിയുന്ന ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയാണ് പലരും ഈ പറയുന്നത് പോലെ ഒരു സെപ്പറേഷൻ, അല്ലെങ്കിൽ പേഴ്സണുമായിട്ടുള്ളൊരു ബ്രേക്കപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഇപ്പോൾ ഈ പറയുന്ന ടാരോ റീഡിങ്സ് പോലും നിങ്ങൾ കാണാനായിട്ട് ഇടയാവുന്നത്. ചിലപ്പോൾ നേരത്തെ ഒന്നും നിങ്ങൾക്ക് ഇങ്ങനെയുള്ളൊരു സംഭവമേ അറിയണമെന്നില്ല.
അപ്പോൾ ഒരുപാട് പേര് നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ്, നേരത്തെ ഇങ്ങനെയുള്ള സംഗതികളൊന്നും അറിയില്ലായിരുന്നു, ഈ ഒരു പേഴ്സണുമായിട്ട് പിരിഞ്ഞു നിൽക്കുന്ന ഒരു അവസരത്തിൽ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഇങ്ങനെയുള്ള ഒരു വീഡിയോസൊക്കെ കാണാനായിട്ട് ഇടയായത്. ഇപ്പോൾ ചിലവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ യൂട്യൂബിൽ നമ്മളിത് കാണുമ്പോൾ ആ ഒരു യൂട്യൂബിൽ ഇന്ന് വരെ ഇങ്ങനെയുള്ള സ്പിരിച്വലിയുള്ള യാതൊരു തരത്തിലുള്ള സജഷൻസിലൂടെ പോകാത്ത വ്യക്തികളായിരിക്കാം. പക്ഷെ പെട്ടെന്ന് ഇങ്ങനെയുള്ള ഒരു സംഭവം വരുന്നു, അപ്പോഴാണ് ഇത് ഞാനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണല്ലോ എന്നുള്ളൊരു ചിന്ത നിങ്ങളിലേക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് നോക്കുമ്പോഴത്തേക്കും ഇത്രയും ജനങ്ങളുണ്ട്, എന്തുകൊണ്ട് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം ഇങ്ങനെയുള്ള ഒരു കാര്യത്തെക്കുറിച്ച് അറിയാനും അല്ലെങ്കിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു? അപ്പോൾ നിങ്ങളത് അറിയാനുള്ള ഒരു ടൈം നിങ്ങളിലേക്ക് എത്തി എന്നുള്ളതാണ്. ആ ഒരു ഡിവൈൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിലാണ് നമ്മൾ ആ ഒരു യൂണിവേഴ്സിനെ കുറിച്ച് പോലും അറിയാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു പേഴ്സണുമായിട്ടുള്ള കണക്ഷൻ എന്ന് പറയുന്നത് സംതിങ് സ്പെഷ്യൽ ആണ് എന്നുള്ളത് ഇപ്പോൾ നിങ്ങൾ റിയലൈസ് ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ ആദ്യമേ തന്നെ തിരിച്ചറിഞ്ഞിട്ടുള്ള വ്യക്തികളായിരിക്കും. ചിലരാണെന്നുണ്ടെങ്കിൽ ഒരു സെപ്പറേഷനോ ബ്രേക്കപ്പോ അങ്ങനെയൊക്കെ വന്നിട്ടുള്ളൊരു നാളുകളിലായിരിക്കും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു ലവ് അല്ലെങ്കിൽ ആ ഒരു എനർജി, ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സണും റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിരുന്നു എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് അവരുടെ ലൈഫിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് ഈ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്, അല്ലാന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. കാരണം തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി അവരുടെ ഒരു സ്നേഹം നിങ്ങൾക്ക് തന്നതായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷെ അതുപോലെ തന്നെ നമുക്ക് ആ ഒരു സ്റ്റിൽനെസ് എനർജി വന്നിട്ടുണ്ട്. സ്റ്റിൽനെസ് എനർജി എന്ന് പറയുമ്പോൾ ആ ഒരു സ്റ്റക്കായിട്ട് നിൽക്കുന്ന എനർജിയാണ്, മരവിച്ച് നിൽക്കുക, അല്ലെങ്കിൽ ഒരു അനക്കമില്ലാത്ത രീതിയിലേക്ക് മാറിപ്പോവുക, പ്രതീക്ഷകൾ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ. അങ്ങനെയുള്ള ആ ഒരു എനർജിയും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഈ നമ്മൾ സോൾ കണക്ഷൻ ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ നമ്മളുടെ ആ ഒരു വ്യക്തി ഏതോ ഒരു ജന്മത്തിൽ പോലും നമ്മളുടേത് തന്നെയായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ അത്രയും കണക്ഷൻസ് ഉള്ള വ്യക്തിയാണ് ഇപ്പോഴും നമ്മുടെ ലൈഫിൽ തിരിച്ചു കിട്ടിയിരിക്കുന്നത്. പക്ഷെ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ ഈ ഒരു പേഴ്സൺ അകന്നു പോവുക, അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് വരിക, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും ഇതെല്ലാം തിരിച്ചറിയാതെ പല രീതിയിലുള്ള പെരുമാറ്റങ്ങൾ നമ്മളോട് കാണിക്കുക. അപ്പോൾ എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടെന്നുണ്ടെങ്കിലും കൈവിട്ട് കളയാൻ നമുക്കൊട്ട് കഴിയുമില്ല. നമ്മൾ ഇതിനകത്തൊരു ലൂപ്പ് പോലെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. നമുക്ക് ഇതിൻ്റെ ഒരു വാതിൽ എവിടെയാണെന്ന് അറിയില്ല ഇറങ്ങി പോകാനായിട്ട്, അതിനകത്ത് തന്നെ നമ്മൾ കിടന്ന് കറങ്ങും. പക്ഷേ എന്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്കിത് വേണം, വിട്ടുകളയാനും വയ്യ, ആ ഒരു എനർജിയിലായിരിക്കും നമ്മൾ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ആ ഒരു ഡിവൈൻ്റെ മുന്നിൽ ചെയ്യുന്ന ആ ഒരു സോൾ കോൺട്രാക്റ്റ്, അല്ലെങ്കിൽ ആ ഒരു ഡിവൈൻ എനർജിയുടെ അനുഗ്രഹത്തോടു കൂടി നമ്മളിലേക്ക് വരുന്ന ആ ഒരു സോൾ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല. നമ്മളുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു വ്യക്തി, അല്ലെങ്കിൽ ഒരു ജന്മത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു പേഴ്സൺ വീണ്ടും ഈ ഒരു ലൈഫിൽ നമ്മളുടെ ആരൊക്കെയോ ആയിട്ട് മാറുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും, ചില മാറ്റങ്ങൾ ഉണ്ടാവും, പരുവപ്പെടലുകൾ ഉണ്ടാവാം, ചില കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയാനായിട്ടുണ്ടാവാം. അപ്പോൾ അതൊരു ഈസി ടാസ്ക് അല്ല. പക്ഷേ നമ്മൾ തീർച്ചയായിട്ടും ഈ ഒരു ജന്മത്തിലേക്ക് വരുന്നതിന് മുൻപ് നമുക്കത് വളരെ ഈസി ആയിട്ട്, അല്ലെങ്കിൽ നമ്മളത് ആ ഒരു ഡിവിനിറ്റി തിരിച്ചറിഞ്ഞ് തന്നെ നമ്മൾ വരുന്നതാണ്. ഇവിടെ എത്തിക്കഴിയുമ്പോൾ നമ്മൾ ആ ഒരു ലൗകികമായിട്ടുള്ള കാര്യങ്ങളിൽ പെട്ടുപോവുക. അപ്പോൾ നമുക്ക് തേർഡ് പാർട്ടി ആയാലും അല്ലെങ്കിൽ പല കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ടുള്ള ഭീകരാവസ്ഥകൾ സൃഷ്ടിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ എത്തുമ്പോഴത്തേക്കും ആഫ്റ്റർ ഓൾ സാധാരണ മനുഷ്യരെ പോലെ തന്നെ നമുക്ക് ഈ ഒരു ഇവിടെയുള്ള ജീവിതങ്ങളും ഇവിടെയുള്ള സുഖ സൗകര്യങ്ങളിലൊക്കെ പെട്ടിരിക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ ഈ ഒരു പേഴ്സൺ എൻ്റെ കയ്യിലല്ലാന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ കൂടെ ഇല്ലാന്നുണ്ടെങ്കിൽ തീർത്തും എന്നെ വിട്ട് അകന്നു പോയല്ലോ, എനിക്ക് നഷ്ടപ്പെട്ടല്ലോ എന്നുള്ള ഒരു ചിന്താഗതിയായിരിക്കും. പക്ഷെ യഥാർത്ഥത്തിൽ ഈ ഒരു പർപ്പസ് തിരിച്ചറിഞ്ഞ ഒരു വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ആ ഒരു നഷ്ടബോധം അവർക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഇത് നിങ്ങളുടെ ഒരു എനർജി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ പറഞ്ഞതുപോലെ ഒരുപാട് ഹാർഡ്ഷിപ്സ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ആ ഒരു ഘട്ടമെല്ലാം വളരെ നന്നായിട്ട് തന്നെ പൂർത്തിയാക്കി. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണ്. നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് അടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു പരാതിയില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു പരിഭവമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നിങ്ങൾ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന വ്യക്തികളായിട്ടാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. കാരണം ഇവിടെ ആ ഒരു എൻലൈറ്റ്മെൻറ്റ് എനർജിയാണ് വന്നിരിക്കുന്നത്. എൻലൈറ്റ്മെൻറ്റ് എനർജി എന്ന് പറയുമ്പോൾ ആ ഒരു ജ്ഞാനോദയമാണ്, ആ നോളജ്, നമ്മൾ തിരിച്ചറിവാണ് ഉണ്ടാവുന്നത്. അപ്പം നമ്മൾ ഇത്ര നാൾ ഒരു അന്ധകാരത്തിലായിരുന്നെങ്കിൽ ആ ഒരു തിരിച്ചറിവ് എവിടെ പോയി കഴിഞ്ഞാലും എൻ്റെ വ്യക്തിയാണ്, കറങ്ങിത്തിരിഞ്ഞ് എന്നിലേക്ക് തന്നെ വരും. നമ്മൾ ചില ആളുകളെ കുറിച്ച് പറയുന്നത് പോലെ വീട് വിട്ട് പുറത്തേക്ക് പോയി കഴിഞ്ഞാലും അവസാനം വന്ന് കയറേണ്ടത് ആ ഒരു വീട്ടിലേക്കാണ്. എവിടെ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവസാനം വന്ന് വരേണ്ടത് ആ ഒരു വീട്ടിലേക്കാണെന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇവിടെ ഇതും പറയാനായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയാണെന്നുണ്ടെങ്കിലും കുറേ നാളുകളായിട്ട് ചിലപ്പോൾ ആ ഒരു ട്രാപ്പിനകത്തായിരിക്കാം ഉണ്ടായിട്ടുണ്ടാവുന്നത്. അതായത് നമ്മളെ ആരോ സ്റ്റക്ക് ചെയ്ത് വെക്കുന്ന ആ ഒരു എനർജി. ട്രാപ്പ് എന്ന് പറയുമ്പോൾ ഫിസിക്കലി ഉള്ള കാര്യമല്ല ഉദ്ദേശിച്ചത്, മെൻ്റലി ആ ഒരു ട്രാപ്പിനകത്ത് പെടുക എന്നുള്ളതാണ്. ഊരിപ്പോരാൻ കഴിയാത്തൊരവസ്ഥ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു സാഹചര്യത്തിൽ പെട്ടുപോവുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളിൽ പെട്ടുപോവുക. അതുപോലെയുള്ള ആ ഒരു എനർജി കാരണം തന്നെ
നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിലനിർത്തി കൊണ്ടുപോകാൻ ശ്രമിച്ചൊരു വ്യക്തിയാണ്, പക്ഷെ അത് സാധിക്കാതെ പോയ ഒരവസ്ഥയാണ് നമുക്ക് കാണുന്നത്. അത്രത്തോളം മെൻ്റലി ആ ഒരു പേഴ്സൺ മറ്റൊരു ട്രാപ്പിനകത്തായതായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു സമയത്തായിരിക്കാം നിങ്ങളും ഏറ്റവും കൂടുതൽ ഇതിനകത്ത് വിഷമിച്ചിട്ടുണ്ടാവുക. നമുക്ക് ആ ഒരു ഒറാക്കിളിൽ വന്നതുപോലെ ആ ഒരു സ്റ്റിൽനെസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നത് നിങ്ങളുടെ പേഴ്സണിന് ഈ ഒരു എനർജിയിൽ നിൽക്കുന്നൊരു സമയത്തായിരിക്കും. അപ്പോൾ ആ ഒരു വ്യക്തി ഏത് കാര്യത്തിലാണോ സ്റ്റക്കായിട്ട് നിന്നിരുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് മുന്നോട്ട് ചലിക്കാൻ കഴിയാത്തൊരു രീതിയിൽ അവർ പെട്ടുപോയത് എന്തിനകത്താണോ അതിൽ നിന്ന് അവർക്ക് പുറത്തേക്ക് കടക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു സ്പ്രെഡിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ അത് തന്നെയാണ് ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മാറ്റം ഉണ്ടാവാൻ പോകുന്നതിൻ്റെ റീസൺ. അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് പ്രൊട്ടക്റ്റഡ് ആണ് എന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ ഒരു പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ആ ഒരു യൂണിവേഴ്സിൻ്റെ പ്രൊട്ടക്ഷൻ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ആൻസസ്റ്റേഴ്സിൻ്റെ പ്രൊട്ടക്ഷൻ, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സിൻ്റെ പ്രൊട്ടക്ഷൻ ആയിരിക്കാം. ആ ഒരു തരത്തിലുള്ള ആ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിനുണ്ട്. നിങ്ങൾ പോലും അറിയാതെ തന്നെയുള്ള ആ ഒരു ബന്ധത്തിന് ഒരു ദൃഢത ഉണ്ടാക്കുന്നത് ആ ഒരു പ്രൊട്ടക്ഷനാണ്. അപ്പോൾ ആ ഒരു സംരക്ഷണം ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള പല കാര്യങ്ങളും തിരിച്ചറിയാൻ സാധിക്കുന്നതുകൊണ്ടാണ് ആ ഒരു പീസ് ഓഫ് മൈൻഡിലേക്ക് ഇരിക്കാനായിട്ട് പറ്റുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നമുക്ക് കാണാം ആ ഒരു പേഷ്യൻസ് എത്രയാണെന്നുണ്ടെങ്കിലും ആ ഒരു എനർജി നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നു. ഒരു തിടുക്കമില്ല, അല്ലെങ്കിൽ എനിക്കിപ്പോൾ തന്നെ വേണം എന്നുള്ള നമ്മളെന്താ പറയുക, ആ ഒരു ആക്രാന്തം അല്ലെങ്കിൽ ആ ഒരു ഏർജ് എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെയുള്ള ആ ഒരു എനർജി നിങ്ങൾക്കില്ല. കാരണം നിങ്ങളിപ്പോൾ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. അതാണ് അവിടുത്തെ ഏറ്റവും വലിയ ഫാക്ടർ എന്ന് പറയുന്നത്. ഇപ്പോൾ രണ്ട് വ്യക്തികൾ ഒരുപോലെ ഒരു പ്രതിസന്ധിയിൽ പെട്ടുപോയി, അല്ലെങ്കിൽ ലൈഫിൽ ഒരുപാട് ഹാർഡ്ഷിപ്സ് ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരാൾക്ക് ചിലപ്പോൾ അതിൽ നിന്ന് പുറത്ത് കടന്ന് മുന്നിലേക്ക് വരാൻ സാധിക്കും, ഒരാൾ അതിനകത്ത് തന്നെ കുടുങ്ങിയിരിക്കും. അതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾ വിശ്വസിക്കുന്നുണ്ട്, ചിലപ്പോൾ അവർ ഡിവൈനെ ആയിരിക്കാം, യൂണിവേഴ്സിനെ ആയിരിക്കാം, അല്ലെങ്കിൽ മതപരമായിട്ടുള്ള അവരുടെ വിശ്വാസത്തെ ആയിരിക്കാം, എന്തിനെയോ ട്രസ്റ്റ് ചെയ്യുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ഇനി ആരെയും അല്ലാന്നുണ്ടെങ്കിൽ പോലും അവനവനെ തന്നെ ട്രസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എനിക്ക് സാധിക്കും, എന്നെക്കൊണ്ട് അതിന് കഴിയുമെന്ന് വിചാരിക്കുന്ന വ്യക്തികളുണ്ട്. അപ്പോൾ ആ ഒരു വിശ്വാസമാണ് അവരെ മുന്നിലേക്ക് വരാൻ പ്രേരിപ്പിക്കുന്നത്. രണ്ടാമത്തെ വ്യക്തിക്ക് ആ ഒരു വിശ്വാസം ഇല്ല. സോ ആരെയും ട്രസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല, സ്വന്തമായിട്ടുള്ള നമ്മളുടെ കഴിവിലും വിശ്വാസം ഇല്ല, ഒന്നിനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് പുറത്തേക്ക് കടക്കാനും കഴിയാതെ വരും. അപ്പോൾ പലപ്പോഴും നമ്മളുടെ പേഴ്സണുമായിട്ട് ഒരു സോൾ കോൺട്രാക്റ്റ് ഒക്കെ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള ആ ഒരു പരീക്ഷണങ്ങളും കൂടെ തന്നെ ഉണ്ടാവും. കാരണം ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു സ്ട്രെങ്ത് നമ്മൾ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു പരീക്ഷണം വരുന്നത്. ഈ ഒരു പേഴ്സണുമായിട്ട് നമ്മൾ ചിരിച്ച് കളിച്ച് ജീവിതാവസാനം വരെ അങ്ങ് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് ഒന്നും തിരിച്ചറിയാൻ സാധിക്കില്ല. അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൻ എന്തിന് നമ്മുടെ ലൈഫിൽ വന്നു എന്ന് പോലും നമുക്ക് മനസ്സിലാവാതെ നമ്മളതങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഓരോരോ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും വരുമ്പോഴാണ് നമുക്കത് പറിച്ചെറിഞ്ഞ് കളയാൻ പറ്റുന്നില്ല. ചിലപ്പോൾ അതിന് മുൻപുള്ള റിലേഷൻഷിപ്പിൽ നിന്നെല്ലാം വളരെ ഈസി ആയിട്ട് ഇറങ്ങിപ്പോന്നിട്ടുണ്ടാവും, പക്ഷേ ഇത് മാത്രം പറ്റുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ക്ഷമിക്കാനുള്ള ആ ഒരു കഴിവ്, ഇപ്പോൾ ചില വ്യക്തികൾക്കാണെന്നുണ്ടെങ്കിൽ ഒട്ടും ക്ഷമയില്ലാത്ത വ്യക്തികളായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ളൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ബേസിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയധികം ക്ഷമയൊന്നുമില്ല, പക്ഷേ ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് മറ്റാർക്കും കൊടുക്കാത്ത പോലത്തെ ഒരു ടൈം നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവാം. ഇവർ ചെയ്ത തെറ്റുകൾ നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയുന്നുണ്ടാവാം. അല്ലെങ്കിൽ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഉപേക്ഷിച്ച് പോകാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ അതുപോലെയൊക്കെയുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് പറയാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്താണോ ഈ ഒരു പേഴ്സണെ ഒരു സ്റ്റക്ക് എനർജിയിൽ നിർത്തിയിരുന്നത്, അല്ലെങ്കിൽ വരിഞ്ഞു മുറുക്കി നിർത്തിയിരുന്നത് എന്താണോ അതിൽ നിന്ന് പുറത്ത് കിടക്കാനായിട്ട് ഈ ഒരു പേഴ്സണെ സാധിച്ചു, അല്ലെങ്കിൽ മാനസികമായിട്ട് അവർ ആ ഒരു സിറ്റുവേഷനെ നേരിട്ട് പുറത്തേക്ക് വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതേ നമ്മൾ ഈ പറഞ്ഞ ആ ഒരു എൻലൈറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു തിരിച്ചറിവ് ഈ ഒരു പേഴ്സണും ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ ഒരു സോൾ കോൺട്രാക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്മളുടെ ഒരു സോൾമേറ്റിനെ കുറിച്ചുള്ള ഒരു അറിവോ കാര്യങ്ങളോ ഈ ഒരു പേഴ്സൺ ഇല്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ ഉപേക്ഷിക്കാനായിട്ട് സാധിക്കില്ല. നിങ്ങൾ അവരുടെ ലൈഫിൽ വേണ്ടുന്ന ഒരു വ്യക്തിയാണെന്നുള്ള ഒരു തിരിച്ചറിവ് ഈ ഒരു പേഴ്സൺ ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ജഡ്ജ്മെൻറ്റ് അവരുടെ ലൈഫിനകത്തേക്കും കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തുള്ള ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനാണ് അവരെ വരിഞ്ഞു മുറുക്കി നിർത്തിയിരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ ഒരു തോന്നലായിരിക്കാം ഞാൻ അതിനകത്ത് പെട്ട് കിടക്കുകയാണെന്നുള്ളത്. അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി എന്നുള്ള ആ ഒരു സാഹചര്യത്തെ ഇവർ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ അതിനകത്തുള്ള വ്യക്തികളുടെ ഒരു യഥാർത്ഥ ഉദ്ദേശശുദ്ധി ഇവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവണമെന്നില്ല. പക്ഷെ ഇപ്പോൾ അവർക്ക് ആ ഒരു റിയലൈസേഷൻ ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഫ്രീ എനർജി കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു തേർഡ് പാർട്ടി ഇപ്പോഴും നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ പോലും ഇവർക്ക് അതിനെ പ്രതിരോധിച്ച് നിൽക്കാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. ഇത്രയും നാൾ ഒരു സ്റ്റക്ക് എനർജിയിലാണ്, ഒന്നും ചെയ്യാൻ പറ്റാതെ അനങ്ങാൻ പറ്റാതെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തിനേയും അതിജീവിക്കാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്ന എന്ത് തടസ്സമാണോ ആ ഒരു തടസ്സത്തിനെ ഓവർകം ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് ഈ ഒരു പേഴ്സൺ എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരുപാട് നാളുകളായിട്ട് ഒരു നോ കോൺടാക്റ്റിലൂടെ പോകുന്ന വ്യക്തികളായിരിക്കാം.
അല്ലാന്നുണ്ടെങ്കിൽ വളരെ ഒരു ലെസ് കോണ്ടാക്റ്റിലായിരിക്കാം. നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ചില തടസ്സങ്ങളുള്ളത് കൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് മടങ്ങി വരാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. ആ ഒരു നേരത്തെ എന്താണോ നിങ്ങളുടെ ഒരു എനർജി, ആ ഒരു എനർജിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ഈ ഒരു പേഴ്സൺ സാധിക്കുന്നുണ്ട്. ആ ഒരു പാസ്റ്റിലേക്ക് തന്നെ ഈ ഒരു പേഴ്സൺ തിരിച്ചു വരികയാണ്. നിങ്ങളിലേക്ക് തന്നെ ഈ ഒരു പേഴ്സൺ തിരിച്ചു വരുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെയും നിങ്ങളുടെ എനർജീസാണ്. നമ്മൾ ഈ പറഞ്ഞൊരു മാനസികാവസ്ഥയിലൂടെയാണ് ഇപ്പോൾ നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് ആ ഒരു ബ്ലെസ്സിങ്സ് കടന്നു വരുന്നു എന്നുള്ളത് തന്നെയാണ്. ആ ഒരു അനുഗ്രഹം തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്നു. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ആ ഒരു ഡിവൈൻ ടൈം അടുത്തിട്ടുള്ള, അല്ലെങ്കിൽ ആ ഒരു യൂണിവേഴ്സ് ബ്ലെസ്സിങ്സ് കിട്ടാൻ സമയമായിട്ടുള്ള വ്യക്തികളുടെ റീഡിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു റീഡിംഗ് കാണാൻ കഴിയുന്നത് പോലും നമ്മളുടെ ഒരു ഡെയിലി വ്യൂവേഴ്സ് ആണ്, അല്ലെങ്കിൽ ഡെയിലി കാണുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ പോലും ചില റീഡിങ്സ് മിസ്സായി പോകുന്ന ആൾക്കാരുണ്ട്, കാണാൻ സാധിക്കാതെ പോകാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ റീഡിംഗ് അല്ലേ എന്ന് വിചാരിച്ചിട്ട് തുറക്കാതിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ പോലും തീർച്ചയായിട്ടും ആ ഒരു പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് വരാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ നിന്ന് തിരിച്ചറിയേണ്ടുന്ന ഒരു കാര്യം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിവിടെ പറഞ്ഞതുപോലെ നിങ്ങളും ഈ ഒരു എനർജിയിലാണ്. യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്ത്, അല്ലാന്നുണ്ടെങ്കിൽ എൻ്റേതാണ് ഈ ഒരു വ്യക്തി, എവിടെ പോയി കഴിഞ്ഞാലും അവർ എന്നിലേക്ക് തന്നെ വന്ന് ചേർന്നോളൂ, ഞാൻ ഭയപ്പെടുന്നില്ല എന്നുള്ള ഒരു എനർജിയിലാണ് നിങ്ങളിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ സ്പ്രെഡ് തന്നെയാണ്. അവിടെ ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നത് വെറുതെ നമ്മൾ സാധാരണ പറയാറുണ്ട്, ഒരു റിയൂണിയൻ വന്നു കഴിഞ്ഞാലും ഒരു കോണ്ടാക്ട് തന്ന് തിരിച്ചു പോകുന്ന ആൾക്കാർ, അല്ലാന്നുണ്ടെങ്കിൽ അത് സ്റ്റേബിൾ അല്ലാതെ പോകുന്ന വ്യക്തികളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇവിടുത്തെ ഈ ഒരു എനർജിയിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത് ആ ഒരു ബ്ലെസ്സിങ്ങോടുകൂടി വരുന്ന വ്യക്തിയാണ്. സോ ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വന്ന് വെറുതെ ഒന്ന് തിരിച്ചു പോകുന്ന ഒരു വഴിപോക്കനെ പോലെ വന്നു പോകുന്ന ഒരു എനർജി അല്ല, സ്റ്റേബിളായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്ന ഒരു വ്യക്തി തന്നെയാണ്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം. അപ്പം നിങ്ങളുമായിട്ട് എത്രത്തോളം അത് റെസനേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്കും അറിയാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള ഫസ്റ്റ് ക്ലൂ എന്ന് പറയുന്നത് കാസർഗോഡാണ്. ഡിസംബർ മന്ത്, മലപ്പുറം. ഏപ്രിൽ മന്ത്, ടോറസ് സോഡിയക് സൈൻ. നമ്പർ 21, ഒക്ടോബർ മന്ത്. June month, Cancer zodiac sign. Number 16, September month. Number 15, Sagittarius. Letter S, letter M. Number 1, number 13, number 12, May month. Letter E, കാർത്തിക നക്ഷത്രം. Letter R and finally ഉത്രട്ടാതി. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിന്നിവിടെ ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. സോ ഇവിടെ വന്നിട്ടുള്ള ആ ഒരു എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതൊക്കെ നിങ്ങളുടേതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇതുപോലെയുള്ളൊരവസ്ഥയിലാണ് നിങ്ങളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും എന്നുള്ള ഒരു എനർജിയിൽ നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ക്ലെയിം ചെയ്യുക, വളരെ പോസിറ്റീവായിട്ടിരിക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.